പണമില്ലാത്തവൻ പിണം എന്നൊരു ചൊല്ലുണ്ട്. നമ്മളിൽ പലരും അത് ജീവിതത്തിൽ പല സിറ്റുവേഷനുകളിൽ അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. സ്നേഹമാണ് വലുതെന്നൊക്കെ ഭംഗിവാക്ക് പറയാമെങ്കിലും കയ്യിൽ കാശുണ്ടെങ്കിലേ സമൂഹത്തിൽ പൊതുവെ വിലയുള്ളൂ. എന്നാൽ പണം അഹങ്കാരമായാൽ ലാലേട്ടൻ ആറാം തമ്പുരാനിൽ പറഞ്ഞ പോലെ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഇങ്ങനെ സമ്പത്തിന്റെ നല്ലതും ചീത്തയുമായ വശങ്ങൾ പല സിനിമകളിലും പ്രമേയമാക്കിയിട്ടുണ്ട്. അതെ, ഇത്തവണ നമ്മൾ സ്റ്റാർട്ട് ആക്ഷൻ ബിസിനസ്സിലൂടെ പറയുന്നത് പണം അടിസ്ഥാനമാക്കിയെടുത്ത ഏതാനും സിനിമകളെ കുറിച്ചാണ്. സമ്പത്ത് നേടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ചിലർ പണക്കാരനാവാൻ പ്ലാനുകൾ തയ്യാറാക്കി സ്വപ്നം കണ്ടിരിക്കുമ്പോൾ മറ്റു ചിലർ ഇറങ്ങി പ്രവർത്തിക്കും. അവർ സ്വന്തമായി ബിസിനസ്സും സംരംഭങ്ങളും തുടങ്ങി പരാജയങ്ങളിൽ പതറാതെ മുന്നോട്ട് തന്നെ യാത്ര ചെയ്ത് പടിപടിയായി സമ്പന്നതയിലെത്തും. എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും പണക്കാരനാവുന്ന ചില അതിഭാഗ്യവാന്മാരും നമുക്കിടയിലുണ്ട്. അതെ, ലോട്ടറി അടിച്ച് സമ്പന്നരാകുന്നവർ. കോടികൾ സമ്മാനമായി പ്രഖ്യാപിക്കുമ്പോൾ ആരും ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ തയ്യാറാകും. ഈ ഒരാശയം ബേസ് ചെയ്ത് നിരവധി സിനിമകൾ വന്നിട്ടുണ്ട്. പണ്ടും ഇന്നും ഇനി അങ്ങോട്ടും ലോട്ടറി ടിക്കറ്റിനെയും നറുക്കെടുപ്പിനെയും ഒക്കെ ആധാരമാക്കി നിരവധി സിനിമകൾ ഉണ്ടാകും. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ലോട്ടറി ടിക്കറ്റ്. 1970 AB രാജ് സംവിധാനം ചെയ്ത് പ്രേം നസീർ, ഷീല, അടൂർ ബാസി തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിൽ ടൈറ്റിൽ പോലെ തന്നെ ലോട്ടറി ടിക്കറ്റ് തന്നെയായിരുന്നു പ്രമേയം. അന്നത്തെ കാലത്ത് ലോട്ടറി ടിക്കറ്റിന്റെ വില 1 രൂപയും സമ്മാനമായി ലഭിച്ചിരുന്നത് 1 ലക്ഷം രൂപയുമായിരുന്നു. പ്രേം നസീറിന്റെ വേണുഗോപാൽ എന്ന കഥാപാത്രം ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയും അതിന് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ സമ്മാനത്തുക മറ്റാരോ മോഷ്ടിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിൽ. ഒറ്റയടിക്ക് പണക്കാരനാവുക എന്ന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഒരു സ്പാർക്ക് സംവിധായകൻ നന്നായി ഉപയോഗിച്ചു. ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തി. അങ്ങനെ സിനിമ വൻ വിജയവുമായി. ഇതുപോലെ സമ്മാനം നേടിയ ലോട്ടറി കാണാതാവുന്ന നിരവധി സിനിമകൾ റിലീസായിട്ടുണ്ട്. ആമയും മുയലും, കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ സിനിമകൾ അതിൽ ചിലത് മാത്രം. അതുപോലെ സ്ത്രീധന വിഷയത്തിൽ അകന്നു കഴിയുന്ന ഭാര്യയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ ലോട്ടറി അടിക്കുമ്പോൾ പിണക്കമൊക്കെ മറന്ന് കൂടെ കൂട്ടാൻ ഒരുങ്ങുന്ന ഭർത്താവിനെ നമ്മൾ കണ്ടത് ഭാഗ്യദേവത എന്ന സിനിമയിലൂടെയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. എന്നാൽ കോടികൾ സമ്മാനമായി പ്രഖ്യാപിക്കുമ്പോൾ ടാക്സും കമ്മീഷനും ഒക്കെ കഴിഞ്ഞ് അതിലെത്ര നമുക്ക് കയ്യിൽ കിട്ടും എന്ന് പലർക്കും കൃത്യമായിട്ട് അങ്ങോട്ട് അറിയില്ല. നമുക്ക് ആ കണക്ക് നോക്കിയിട്ട് അടുത്ത സിനിമയിലേക്ക് പോകാം. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ തന്നെ 20 കോടി രൂപയാണ് സമ്മാനത്തുക. എന്നാൽ ഒന്നാം സമ്മാനം അടിച്ചാൽ ഇതിൽ എത്ര കയ്യിൽ കിട്ടും എന്ന് നമുക്ക് നോക്കാം. 20 കോടിയിൽ 10% ഏജന്റ് കമ്മീഷനാണ്. അപ്പോൾ 2 കോടി രൂപ അവർക്ക് പോകും. ബാക്കി 18 കോടി വകയിരുത്തിയാണ് നമുക്ക് ടാക്സും മറ്റ് ഡിഡക്ഷനുകളും വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൽ TDS അഥവാ ഇൻകം ടാക്സ് ആയി 30% അടയ്ക്കണം. 18 കോടിയുടെ 30% എന്ന് പറയുമ്പോൾ 5 കോടി 40 ലക്ഷം രൂപ ടാക്സ് ഇനത്തിൽ അങ്ങനെ മാറിക്കിട്ടും. ബാക്കി വരുന്നത് 12 കോടി 60 ലക്ഷം രൂപയാണ്. ഇത് ലോട്ടറി അടിച്ചയാളുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് കരുതി ഇത് മുഴുവൻ നമുക്കുള്ളതല്ല. അടവുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആദായ നികുതി വകുപ്പ് നിയമപ്രകാരം ഒരാൾക്ക് വർഷം 50 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ അയാൾ അടയ്ക്കുന്ന TDSന്റെ ഒരു നിശ്ചിത ശതമാനം സർചാർജ് കൂടി വർഷം തോറും അടയ്ക്കേണ്ടതുണ്ട്. അത് അടയ്ക്കേണ്ട പെർസെൻറ്റേജിൽ സ്ലാബിനനുസരിച്ച് മാറ്റം വരും. അങ്ങനെ നോക്കുമ്പോൾ 5 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് 37% സർചാർജ് അടയ്ക്കേണ്ടത്. അതായത് നമ്മൾ TDS ആയി അടച്ച ആ 5 കോടി 40 ലക്ഷം രൂപയുടെ 37% 1 കോടി 99 ലക്ഷത്തി 80,000 രൂപ കൂടി വീണ്ടും കുറയും. അപ്പോൾ ഇനി ബാലൻസ് തുക വരുന്നത് 10 കോടി 60 ലക്ഷത്തി 20,000 രൂപയാകും. തീർന്നില്ല, ഇനി ഗവൺമെന്റിലേക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സായി വീണ്ടും ഒരു തുക കൂടി അടയ്ക്കണം. അതായത് നമ്മൾ ആദ്യം അടച്ച TDS തുകയുടെയും പിന്നീട് വന്ന സർചാർജ് തുകയുടെയും 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സായി അടയ്ക്കണം. കൃത്യമായി കണക്ക് കൂട്ടി പറഞ്ഞാൽ 5 കോടി 40 ലക്ഷം പ്ലസ് 1 കോടി 99 ലക്ഷത്തി 80,000 സമം 7 കോടി 39 ലക്ഷത്തി 80,000 രൂപ. ഈ തുകയുടെ 4% അതായത് 29 ലക്ഷത്തി 59,200 രൂപ വീണ്ടും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറയും. ബാക്കി നമുക്ക് സ്വന്തമായി കിട്ടുന്നത് 10 കോടി 30 ലക്ഷത്തി 60,800 രൂപയാണ്. ഈ തുകയ്ക്ക് നമ്മൾ ഫ്യൂച്ചറിൽ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതില്ല. എന്നാൽ ഈ തുകയിൽ നിന്നും ബിസിനസ്സോ മറ്റോ ചെയ്ത് നമ്മൾ വരുമാനം ഉണ്ടാക്കിയാൽ അതിനു മേൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. സംഭവം ക്ലിയർ ആയല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് പണം വിഷയമാക്കിയ മറ്റൊരു സിനിമയിലേക്ക് പോകാം. നമ്മൾ ആദ്യം പറഞ്ഞ സിനിമകളിൽ നിന്നൊക്കെ നേരെ വിപരീതമായൊരു സിനിമയുണ്ട്. പണം സമ്പാദിച്ചാൽ മാത്രം പോരാ, അത് അനുഭവിക്കാൻ കൂടി യോഗം വേണമെന്നും
മറ്റുള്ളവരെ ശത്രുക്കളാക്കിക്കൊണ്ട് പണം സമ്പാദിക്കരുതെന്നും അങ്ങനെയായാൽ അവസാനം തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുമുള്ള സന്ദേശവുമായി എത്തിയ സിനിമ ധനം. ലോഹിതദാസിന്റെ തിരക്കഥയെ സിബി മലയിൽ സംവിധാനം ചെയ്തപ്പോൾ മുരളിയും മോഹൻലാലും പ്രധാന വേഷത്തിലെത്തി. സമൂഹത്തിൽ പലരും കടക്കണിയിലാകുമ്പോഴാണ് കാശുണ്ടാക്കാനായി വളഞ്ഞ വഴികൾ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെ എത്ര സമ്പാദിച്ചാലും നമുക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല എന്നുള്ളത് ഈ ചിത്രം തെളിയിക്കുന്നു. ശിവയും അബുവും പണത്തിനു വേണ്ടി സ്മഗ്ലേഴ്സിനെ കസ്റ്റംസിന് ഒറ്റിക്കൊടുക്കുന്നു. അതുവഴി കിട്ടുന്ന റിവാർഡ് തുക കൈപ്പറ്റി കഴിയുമ്പോൾ തന്നെ അബുവിനെ കള്ളക്കടത്ത് സംഘത്തിന്റെ ആൾക്കാർ വകവരുത്തുന്നു. പണത്തിന് പിന്നാലെ പാഞ്ഞ് ഒടുവിൽ ശിവശങ്കരന് സ്വന്തം സുഹൃത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമ്പോൾ അവന്റെ ചലനമറ്റ ശരീരവും ചേർത്ത് പിടിച്ച് ശിവ നോട്ടുകൾ ദൂരേക്ക് വലിച്ചെറിയുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമ തരുന്ന സന്ദേശം ഇത്രയേ ഉള്ളൂ: ജീവിക്കാൻ നമുക്ക് പണം വേണം, എന്നാൽ അത് നേരായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ വിലപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെടും, ഒരുപക്ഷെ നമ്മളെ തന്നെ. ഇവിടെ ഇവർ നേടിയ പണം കസ്റ്റംസ് റിവാർഡിലൂടെയാണ്. ഇന്നും കസ്റ്റംസിനെ സഹായിക്കുന്നവർക്ക് റിവാർഡ് തുക നൽകുന്നുണ്ട്. അതായത് നമ്മൾ ഒറ്റിക്കൊടുക്കുന്ന കടത്ത് സാധനങ്ങളുടെ ആകെ മൂല്യത്തിന്റെ 20% കസ്റ്റംസ് നമുക്ക് പ്രതിഫലമായി നൽകുന്നത്. അതായത് 1 കോടി രൂപ മൂല്യമുള്ള സാധനം ഒറ്റിക്കൊടുത്താൽ 20 ലക്ഷം അയാൾക്ക് റിവാർഡായി കിട്ടും. ഇനി എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആകുന്ന JP അഥവാ ജയപ്രകാശ് എന്ന ചെറുപ്പക്കാരനെ നമ്മൾ വെള്ളിത്തിരയിൽ കണ്ടത് ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിലൂടെയാണ്. 2011 പൃഥ്വിരാജിനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഈ സിനിമയും സംസാരിച്ചത് പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ്. ഒരു വസ്തുവോ കെട്ടിടമോ വിൽക്കാൻ ഇടനിലക്കാരനായി നിൽക്കുമ്പോൾ അത് അയാൾ മുഖേന കച്ചവടം നടന്നാൽ 2 പാർട്ടികളിൽ നിന്നും ആ ഡീലർക്ക് കമ്മീഷൻ ലഭിക്കുന്നു. വലിയ ഡീലുകളാണെങ്കിൽ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ ഒറ്റയടിക്ക് കയ്യിലേക്ക് എത്തും. അങ്ങനെ എളുപ്പത്തിൽ ഒരു വലിയ തുക കയ്യിലേക്ക് എത്തിക്കാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനും കഴിയും. അത് സത്യമായൊരു കാര്യമാണ്. എന്നാൽ അതിൽ ഡീലറായി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും പണം ലിക്വിഡായി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന സന്ദേശമാണ് ഈ സിനിമ നമ്മൾക്ക് നൽകിയത്. ഡീൽ നടന്നതിന് ശേഷമാണ് JP തൻ്റെ കയ്യിലെത്തിയത് കള്ളനോട്ടാണെന്ന് തിരിച്ചറിയുകയും അതിന് കടലാസിന്റെ പോലും വിലയില്ലെന്നറിഞ്ഞ് ഒടുവിൽ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ ഒരു തീരുമാനവും എടുക്കുന്നു. തന്ത്രപരമായ ഇടപാടുകളിലൂടെ പണം സമ്പാദിക്കുന്നതിന് പകരം സത്യസന്ധമായ ഒരു ദിവസത്തെ ജോലിയിൽ നിന്ന് പൈസ സമ്പാദിക്കണമെന്ന്. ജയിലിന്റെ പടി വരെ എത്തി തിരിച്ചു വന്നവനാ ഞാൻ. ഇന്ന് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നത് എന്റെ പഴയ ജീവിതം കൂടിയാ. സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്, കൂട്ടുകാരനുണ്ട്, അമ്മയും പെങ്ങളുണ്ട്. അവരുടെ ചെറിയ ലോകത്തിനപ്പുറത്തേക്കുള്ള വാതില് ഇന്ന് ഞാൻ അടച്ചു. ഇനി ഈ സിനിമയിൽ പ്രതിപാദിച്ച റിയൽ എസ്റ്റേറ്റ് മേഖലയെക്കുറിച്ച് നമുക്ക് നോക്കാം. സാധാരണയായി ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന് സെല്ലറിൽ നിന്ന് 2%, ബയ്യറിൽ നിന്ന് 1% വരെയും കമ്മീഷനായി ലഭിക്കുന്നു. റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾക്കാണ് 1 മുതൽ 2% വരെ കമ്മീഷൻ. ഇനി അത് അഗ്രികൾച്ചറോ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയോ ആണെങ്കിൽ 2 മുതൽ 4% വരെയും ബ്രോക്കർ ഫീസായിട്ട് നൽകണം. ഇനി ഈ സിനിമയിലൂടെ പറയുന്ന മറ്റൊരു കാര്യം കള്ളനോട്ടിനെ കുറിച്ചാണ്. അത് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണെന്ന സന്ദേശവും ഈ സിനിമ നൽകുന്നുണ്ട്. അതുപോലെ ഒരു സിനിമ മുഴുവൻ കള്ളനോട്ടിനെ കുറിച്ച് പ്രതിപാദിച്ച മലയാള സിനിമ കറൻസിയാണ്. ജയസൂര്യയുടെ കേശു എന്ന കഥാപാത്രം കള്ളനോട്ട് ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനാണ്. ഇത് മനസ്സിലാക്കിയ മുകേഷിന്റെ ഡാനി എന്ന കഥാപാത്രം കേശുവിന്റെ ഈ കഴിവ് ഉപയോഗിച്ച് ഒരു തട്ടിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന 10 കോടി രൂപ തന്ത്രപരമായി തട്ടിയെടുത്ത് പകരം കള്ളനോട്ടുകൾ റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഏതായാലും കള്ളനോട്ടുകൾ ഉണ്ടാക്കുകയോ കൈവശം വെക്കുകയോ ചെയ്താൽ ഇന്ത്യൻ പീനൽ കോഡ് 489A 489E പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ആജീവനാന്തം ജയിലിൽ അടയ്ക്കാൻ നിയമമുണ്ട്. അതുകൂടി നമുക്ക് ഈ അവസരത്തിൽ അറിഞ്ഞിരിക്കാം. आज मध्यरात्रि 8 नवंबर 2016 की रात्रि को 12 बजे से 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. 2016 നവംബർ 8 ഇന്ത്യയിൽ നോട്ട് നിരോധനം വന്നതിന് ശേഷം അതിനെ ബേസ് ചെയ്തും ചില സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആട്, പുത്തൻപണം, ഇതൊക്കെ ഇവയിൽ ചിലത് മാത്രം. ടാക്സ് അടയ്ക്കാതെ കോടികൾ കയ്യിൽ സൂക്ഷിച്ച പലർക്കും നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാതാവുന്ന നിമിഷങ്ങൾ നേരിടേണ്ടി വന്നത് നമ്മൾ കണ്ടറിഞ്ഞു. ഇനി ഈ അടുത്തിറങ്ങിയതിൽ പണം വിഷയമാക്കിയ മികച്ചൊരു സിനിമ ലക്കി ഭാസ്കർ ആയിരുന്നു. ഒറിജിനൽ ലാംഗ്വേജ് തെലുഗു ആയിരുന്നെങ്കിലും തമിഴ്, ഹിന്ദി, കന്നഡ എന്നിവയ്ക്കൊപ്പം നമ്മുടെ മലയാളത്തിലും ലക്കി ഭാസ്കർ ഡബ് ചെയ്ത് പ്രദർശിപ്പിച്ചു. This is India.
ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും. എന്നാൽ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് 4 ആൾ അറിയണം. മലയാളത്തിന് അഭിമാനമായി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി ഉയർന്നു വന്ന ദുൽഖർ സൽമാന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ കൂടിയായിരുന്നു ലക്കി ഭാസ്കർ. 115 കോടിയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തത്. ഇന്ന് നിരവധി യങ്സ്റ്റേഴ്സ് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ് ഈ സിനിമ സംസാരിച്ചത്. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സംവിധായകന് പ്രചോദനമായത് സ്റ്റോക്ക് മാർക്കറ്റ് രംഗത്ത് വൻ തട്ടിപ്പ് നടത്തി ഒടുവിൽ 92-ൽ പിടിക്കപ്പെട്ട ഹർഷത് മേത്തയുടെ സ്റ്റോറിയാണ്. പക്ഷേ ഈ സിനിമ പറയുന്നത് ആ കഥയല്ല, പൂർണ്ണമായും ഇതിലെ നായകനായ ഭാസ്കറിന്റെ കഥയാണ്. കുറഞ്ഞ സമയം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കോടിപതിയാകുന്ന ഭാസ്കർ ആരും കൊതിക്കുന്ന ലൈഫ് സ്റ്റൈലും സ്വന്തമാക്കുന്നു. പലരും കടന്നു വരാൻ മടിച്ചു നിൽക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ പഠിച്ചു ചെയ്താൽ സാമ്പത്തികമായി മെച്ചമുള്ളൊരു മേഖല തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഓഹരി വിപണി എന്നത് സമ്പത്തിന്റെ വേറിട്ടൊരു ലോകമാണ്. അതിലേക്ക് കടക്കും മുൻപ് വിദഗ്ധരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കി വേണം തുടങ്ങാൻ. മാത്രമല്ല നമ്മുടെ ലൈഫ് സാമ്പത്തികമായി സെക്യൂർഡ് ആക്കാൻ നിരവധി മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസുകളും അതുപോലെ ലോങ് ടൈം സമ്പാദ്യ പദ്ധതിയായ SIP പോലെയുള്ള സേവനങ്ങളും ഇന്ന് നിലവിലുണ്ട്. നല്ലൊരു സാമ്പത്തിക ഭദ്രത നേടണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കാൻ മൈഫിൻ TVയും ഒപ്പമുണ്ട്. അതിനാദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങളുടെ മൊബൈലിലെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി മൈഫിൻ TV എന്ന് സെർച്ച് ചെയ്താൽ ആ ആപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്താൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായൊരു ഐഡിയ കിട്ടും. സോ നല്ലൊരു ചാൻസ് മിസ് ചെയ്യേണ്ട. ഏതായാലും സ്റ്റാർട്ട് ആക്ഷൻ ബിസിനസിന്റെ ഇത്തവണത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി.